ആദ്യമായി ഞാൻ ഇടുക്കിയിൽ കാര്യത്തോട് നിന്ന് സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ ഇടവക ഒരു ചെറിയ ഇടവകയാണ്. എൻ്റെ പേര് എൽസമ്മ. ഞാൻ ആദ്യമായി ഉടമ്പടി കേൾക്കുന്നത് തന്നെ യൂട്യൂബിലൂടെയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത ദിവസം നവംബർ 16 2022. ഞാൻ 3 ഉടമ്പടി പുതുക്കി. 3 ഉടമ്പടി പുതുക്കിയിട്ടും നിയോഗങ്ങൾ വെച്ചതൊന്നും നടന്നില്ല. അപ്പം നിയോഗങ്ങളൊന്നും നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയ്ക്കും മാതാവിനും എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഉടമ്പടി നിയോഗങ്ങളൊന്നും നടക്കാത്തത്. അതുകൊണ്ട് 4ാമത് ഞാൻ ഇനി ഉടമ്പടി പുതുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാനൊരു സാക്ഷ്യം പറയാനായിട്ടേ പോവുള്ളൂ എന്ന് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞു. പക്ഷേ അത് കാര്യമായി. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായപ്പോഴേക്കും എൻ്റെ വയറിനകത്ത് ഒരു മുഴ വളർന്ന് അത് വലുതായി. അപ്പോൾ മക്കളും ഭർത്താവും പറയും, എന്തേലും വയറിനകത്ത് കുഴപ്പമുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ജോലി ചെയ്ത് ഞാൻ നടക്കുമല്ലേ, എനിക്കെന്നാ പ്രശ്നമുള്ളത്, ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. ആഹാരം കഴിക്കത്തില്ലായിരുന്നു. ആഹാരം കഴിക്കുമ്പോഴത്തേന് ഈ തൊണ്ട നിറഞ്ഞ് ശ്വാസം മുട്ടൽ, രാത്രിക്കൊക്കെ നടക്കും. അതുപോലെ തന്നെ ഒന്നും കഴിക്കത്തില്ല. ശകലം കഴിക്കുമ്പോഴത്തേനകത്ത് ആ തൊണ്ടയിലിരിക്കും. അപ്പോൾ ഗ്യാസിൻ്റെ ഗുളികയൊക്കെ കഴിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും നമ്മൾ ഇത്ര നാളായില്ലേ, നമുക്കിനി ഉടമ്പടി പുതുക്കാം. ഈശോയ്ക്കും മാതാവിന് ഇഷ്ടമുള്ളപ്പം നമ്മുടെ നിയോഗങ്ങൾ നടത്തി തരട്ടെ, നമുക്ക് പുതുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ തിങ്ങൾക്കാട് ഇടവകയിൽ നിന്ന് അവിടുന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടി ബസ്സിന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ നവംബർ 4 ഉടമ്പടി പുതുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഉടമ്പടി പുതുക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും നമ്മൾ ഉടമ്പടി പുതുക്കാൻ പോവുമല്ലേ, അപ്പം നമുക്ക് ആശുപത്രിയിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോകാം. അപ്പോഴത്തേക്കിന് എൻ്റെ പൊക്കിളിങ്ങനെ വീർത്ത് വലിയൊരു മുഴയായിട്ട് വന്നു. വയറ് ചങ്കിൻ്റെ മേളി വന്നു. അങ്ങനെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾ നവംബർ 28 സ്കാൻ ചെയ്യാൻ പോയി. അപ്പോൾ സ്കാൻ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു സമയം പോയി, അപ്പോൾ 29 വരാൻ. അങ്ങനെ 29 ചെന്നു, സ്കാൻ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പം ബ്ലഡും ടെസ്റ്റ് ചെയ്തപ്പം ഡോക്ടർ പറയുക ക്യാൻസർ ഉണ്ടെന്ന്. 125 വേണ്ടിയെടുത്ത് 363.7. അവിടെ ഇരുന്ന് തകർന്നു പോയി. ഇനിയൊരു ജീവിതമില്ല എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനിനി ഒന്നും പറയണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു, പറഞ്ഞെങ്കിലല്ലേ എനിക്കറിയത്തുള്ളൂ. അന്നേരം ഡോക്ടർ പറഞ്ഞു, ചങ്കിന് മേളിൽ വയറ് വന്നു, അതുകൊണ്ടാണ് ആഹാരമൊന്നും കഴിക്കാത്തത്, ആഹാരം വയറിലോട്ട് ഇറങ്ങുന്നില്ല. അപ്പം എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം, നമുക്ക് ഒരു MRI എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം MRI എടുത്തു. MRI എടുത്തപ്പോഴും അതിലുമുണ്ട് ക്യാൻസറുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ക്യാൻസർ നമുക്ക് ഈ വയറിലെ മുഴ എനിക്കിവിടെ, ഞങ്ങൾ കട്ടപ്പന സെൻറ്റ് ജോൺസിലാണ് സ്കാൻ ചെയ്യാനും MRI എടുക്കാനൊക്കെ പോയത്. ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഈ മുഴ എനിക്ക് ഇവിടെ ചെയ്യാം, പക്ഷേ അതിന് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിൻ്റെ ഉള്ള ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും ഓപ്പറേഷൻ ചെയ്യണം, ഏതായാലും ചെയ്യാതിരിക്കാൻ പറ്റത്തുമില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിനെ കണ്ട് ആലപ്പുഴ പോയി കണ്ട് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ കൂടിയിട്ട് വരാം, ഏതായാലും ആശുപത്രി പോകണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഒരു മുസ്ലിം ഡോക്ടറാണ് കട്ടപ്പനയിരുന്നത്. ഡോക്ടർ പറയുകയാണ്, എന്നെ ഇവിടെ ഇരുത്തിയേക്കുന്നതും നിങ്ങളെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നതും ആ അമ്മയാണ്. എനിക്ക് ആ അമ്മയെ നല്ല വിശ്വാസമുണ്ട്. ഞാൻ ആലപ്പുഴ കൃപാസനത്തെ പറ്റി എമ്പടി കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ ക്യാൻസർ ഇത്രയും വന്നു, ബ്ലഡിലും എല്ലാമായി, ഇനി ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പം അത് എത്രത്തോളം ഉണ്ടെന്ന് അപ്പോഴേ അറിയത്തുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്തിട്ട് അമ്മ മാതാവിനെ കാണാൻ പോയാൽ മതിയെന്ന് പറഞ്ഞു. ഏതായാലും നവംബർ 1 ഞങ്ങൾ അമല ഹോസ്പിറ്റലിൽ പോവുകയാണ്, തൃശ്ശൂർ. അവിടെ ചെന്ന് ഈ കട്ടപ്പനത്തെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പം അവിടുത്തെ അരുൺ കെ ബാലൻ എന്ന ഡോക്ടറാണ്, ഓങ്കോളജി ഡോക്ടർ. ഡോക്ടർ പറയുക, ഞാൻ ഇതിനകത്ത് ക്യാൻസറിൻ്റെ ഒന്നും കാണുന്നില്ല എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈശോയും അമ്മയും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ ആശുപത്രിയിൽ പോകാൻ തീരുമാനിച്ച ആ സമയം മുതൽ ഈശോയും മാതാവും കൂടെയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു സ്കാൻ കൂടെ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോക്കോ, ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് ചെല്ലുന്നത്, വീട്ടിൽ പോയിട്ട് ഓപ്പറേഷൻ്റെ ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വരുമല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും പോയി വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം ഡോക്ടർ പറഞ്ഞു, എന്നാൽ
ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്ന്. അങ്ങനെ ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആക്കിയേക്കാമെന്ന് പറഞ്ഞു. അന്നേരം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, എന്നാൽ നമുക്ക് തിങ്കളാഴ്ച ചെയ്യാം, തിങ്കളാഴ്ചത്തെ ഒരു പേഷ്യൻറ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ വിവരം പറയുകയാണ്, പിന്നെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വലിയ ഓപ്പറേഷനാണ്, ചങ്കിന് മേളിൽ വരെ വയറ് വന്നതല്ലേ, അതുകൊണ്ട് വലിയ തുറന്നുള്ള ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് 10 മണിക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിൽ 10 മണിക്ക് ഓപ്പറേഷന് കയറ്റിയാൽ 3 മണിയാകുമ്പോഴത്തേനും തീരും. ഇനി അഥവാ എന്തെങ്കിലും ക്യാൻസറിൻ്റെ എന്തെങ്കിലും അംശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചിരണ്ടി മാറ്റി ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറിനകം ബയോപ്സിക്ക് അയക്കും ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിനകം അറിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം ചിരണ്ടി മാറ്റിയിട്ട് സ്റ്റിച്ച് ഇടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും തിങ്കളാഴ്ച രാവിലെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് 1 മണിക്ക് റൂമിൽ നിന്ന് കൊണ്ടുപോയി. 1 മണിക്ക് റൂമിൽ നിന്ന് കൊണ്ടുപോയെങ്കിലും ഒരു 2:30 ആയി എന്നെ ചെയ്യാൻ തുടങ്ങിയപ്പം. 2:30 ആയി ചെയ്യാൻ തുടങ്ങി. ഏതായാലും 3:30 ആകുന്നതിന് മുമ്പേ വയറിനകത്തെ മുഴയും എടുത്ത് ബന്ധുക്കളെ കാണിച്ചു. 5 മണിയായപ്പോഴേക്കും എന്നെ കാണിച്ച് എന്നെ ICU കൊണ്ടുപോയി. അമ്മ മാതാവും ഈശോയും കൂടെ നിന്ന് ആ ഡോക്ടറിൻ്റെ കൈകളിൽ നിന്ന് എന്നെ ഓപ്പറേഷൻ ചെയ്ത എനിക്കൊരു പുതുജീവിതം തന്നു. ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകും, മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കും. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം വിതരണം ചെയ്യുമ്പോൾ ഞാൻ വിശ്വാസപ്രമാണവും പ്രത്യക്ഷീണ പ്രാർത്ഥനയും എഴുതി ഞാൻ അവർക്ക് കൊടുക്കും പത്രത്തിൻ്റെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ അയൽക്കാർക്കും ചെല്ലുന്നവർക്കും വരുന്നവർക്കും രോഗമാണെന്ന് പറയുന്നവർക്കൊക്കെ തൈലം പുരട്ടി കൊടുക്കുകയും ഉപ്പ് കൊടുക്കുകയും നമ്മൾ ഉടമ്പടി എടുക്കാൻ പോകണം. മാതാവ് ഈശോയും അവിടെയുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ നടത്തിത്തരും. ഈശോ അറിയാതെ ഒന്നും സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ ഇത്രയും ആയിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് 3 ഉടമ്പടി പുതുക്കിയിട്ടും എനിക്ക് നിയോഗം സാധിച്ചു തരാഞ്ഞത് എന്നെ ഈ വലിയൊരു കാര്യം ചെയ്ത് എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ പിന്നെയും ഒരു പുതു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണെന്ന്. ഞാൻ ഈശോയ്ക്കും മാതാവിനും എന്നും കടപ്പെട്ടവരായിരിക്കും. പ്രേക്ഷിത വസ്ത്രം വീട്ടിൽ വരുന്നവർക്കൊക്കെ വസ്ത്രങ്ങൾ കൊടുക്കുകയും അനാഥാലയത്തിലൊക്കെ പോയി ആഹാരം കൊടുക്കുകയും രോഗികളെ കാണുകയും തൊട്ടടുത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ പോകുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഒക്കെ ചെയ്യും. ഈ നിത്യതയിൽ ഈശോയോടൊപ്പം ആയിരിക്കുവാൻ ആയിരണമേന്നായി എൻ്റെ പ്രാർത്ഥന. ഇനിയും എൻ്റെ ജീവിതം ഇതേപോലെ തന്നെ ഉടമ്പടി തന്നെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിത്യയിൽ ഈശോയോടൊപ്പം ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. സങ്കീർത്തനം 138 8-ാം തിരുവചനം പറയുന്നു, അവിടുത്തെ വലത്തുക എന്നെ രക്ഷിക്കും, എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. എൽസമ്മ എന്ന സഹോദരിയുടെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമായിരുന്നു നാം കേട്ടുകൊണ്ടിരുന്നത്. എൽസമ്മയ്ക്ക് തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തിൻ്റെ ഈ സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടുന്നത്, ഈശോയ്ക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എൽസമ്മ സഹോദരിയുടെ വിവരിക്കുകയായിരുന്നു. തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നപ്പോഴും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊരു പരാതി പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. എൻ്റെ കാര്യങ്ങളൊന്നും ഇനി നടക്കുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്നൊരു പിണക്കവുമായിട്ടാണ് എൽസമ്മ സഹോദരി തൻ്റെ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തത്. അതൊരു പിണക്കമായിരുന്നില്ല, അത് തൻ്റെ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള അമ്മയോടുള്ള ഒരു സംസാര സമ്പർക്കമായിരുന്നു. അപ്പോൾ തന്നെ അമ്മ വിചാരിച്ചു എൽസമ്മ ചേച്ചിക്ക് അങ്ങനെ ഒരു അനുഭവം കൊടുക്കാം, താൻ കൂടെയുണ്ടെന്ന ഒരു തെളിവ് നൽകുകയായിരുന്നു. ഗ്രാജുവലി എൽസമ്മ ചേച്ചിയുടെ വയറ് വീർത്തു വരാനായി തുടങ്ങി. അപ്പോൾ ഗ്യാസാണെന്ന് കരുതി ഗ്യാസിൻ്റെ ടാബ്ലറ്റൊക്കെ കഴിച്ചു. പക്ഷേ അത് വളരെയധികം വലുതായി. സ്കാൻ ചെയ്തു. ഇടുക്കിയിൽ തന്നെ ഒരു ഫേമസ് ഹോസ്പിറ്റലിലേക്ക് അവർ പോയി. സ്കാൻ ചെയ്തപ്പോൾ അത് വയറ്റിൽ വലിയൊരു മുഴയാണെന്നും ആ മുഴ എടുത്തു കളയണം, അതോടുകൂടി അവർ ക്യാൻസറാണെന്നും സ്ഥിരീകരിച്ചു. അങ്ങനെ തൃശ്ശൂരുള്ള ഒരു അമല ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവരെല്ലാം റെഡിയായി, ഓപ്പറേഷന് റെഡിയായി അവിടെ ചെന്നു. സഹോദരി പറയുകയാണ്, ഞാനെല്ലാം റെഡിയായി പോയത് അതുകൊണ്ടാണ്, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് എന്തു തന്നെ സംഭവിച്ചാലും അത് പരിശുദ്ധ അമ്മയുടെ കൈവെപ്പോടു കൂടിയായിരിക്കുമെന്ന വലിയൊരു വിശ്വാസത്തിലാണ് അവർ ഓപ്പറേഷന് റെഡിയായി പോയത്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ചിലർ ധരിക്കുന്നുണ്ട്. അതൊരു മിഥ്യാധാരണയാണ്.
നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ചു നോക്കുന്ന ഒരു പ്രക്രിയയാണ് ഉടമ്പടി. നമ്മൾ എന്തുമാത്രം നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ ഉപേക്ഷിച്ച് പിന്മാറുന്ന, എൻ്റെ കാര്യങ്ങളൊന്നും നടത്തി തരുന്നില്ല, നമ്മുടെ കാര്യങ്ങൾ നടത്തുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണോ ദൈവം എന്ന് മാറ്റുരച്ച് നോക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഉടമ്പടി സമയത്തുള്ള നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എന്നിവിടെ തെളിയുകയാണ്. സഹോദരിയുടെ ഓപ്പറേഷന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ വയറ്റിലുള്ള മുഴ എടുത്തു മാറ്റണം, പക്ഷേ നിങ്ങൾക്ക് ക്യാൻസറിൻ്റേതായ യാതൊരു ലക്ഷണങ്ങളും ഇപ്പോഴില്ല. അങ്ങനെ വളരെ നീണ്ടു നിൽക്കേണ്ടിയിരുന്ന ഒരു ഓപ്പറേഷൻ വെറും 3 മണിക്കൂർ കൊണ്ട് അവസാനിച്ചു. വളരെ സക്സസ്ഫുള്ളായി. ഇപ്പോൾ യാതൊരു മെഡിക്കേഷനോ റിവ്യൂ ഒന്നും തന്നെ അവരോട് പറഞ്ഞിട്ടില്ല. അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ വലിയൊരു പ്രത്യേകത. നമുക്ക് പരിശുദ്ധ അമ്മയോട്, ഈശോയോട് നന്ദി പറയാം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ വലിയ പ്രത്യേകത. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. സഹോദരി സാക്ഷ്യം സ്ഥിരീകരിക്കാനായി വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ഒരു പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടെൻഷനിൽ വിട്ടുപോയതായിരിക്കാം. സഹോദരി പറയുകയായിരുന്നു, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും 4 മണിക്ക് എണീറ്റ് ഞങ്ങൾ എന്നും ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആരൊക്കെയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ, ഓർക്കുന്നുണ്ടോ, എൻ്റെ ഓർമ്മയിലും ബുദ്ധിയിലുമുള്ള ഞങ്ങളുടെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് 4 മണിയുടെ ജപമാലയോടെയാണ് ഞങ്ങളുടെ ദിവസം ഞങ്ങൾ ആരംഭിക്കാറ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്, വേറൊരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്, എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. പലപ്പോഴും അമ്മമാരാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മകളുടെ പരീക്ഷാ വിജയത്തിന്, എൻ്റെ മകൾക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടാൻ, എൻ്റെ മകന് വിവാഹം നടക്കാൻ, അങ്ങനെ പെറ്റി കാര്യങ്ങളെന്ന് ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ അതോടെ അവരുടെ ഉടമ്പടി ആ ഒരു ഗ്രേഡിൽ നിൽക്കുകയാണ്. ഒരു 30% എന്ന 100%, 30 എന്ന ഒരു ശതമാനത്തിൽ നിൽക്കുകയാണ്. ഇവിടെ എൽസമ്മ ചേച്ചിയുടെ ഗ്രേഡ് കൂടിയാണ്. ഈ രോഗാവസ്ഥയിലും അവരൊരിക്കലും അവരുടെ ജപമാല നിർത്തിയിട്ടില്ല. വചന വായന, കുമ്പസാരം, കുർബാന, ആത്മീയ വളർച്ചയിൽ അവർ ഉയർന്നുകൊണ്ടിരുന്നു. അവർക്ക് ഈശോയോടുകൂടെ ജീവിക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർ കൈവിട്ടില്ല. താൻ ചോദിച്ചതെല്ലാം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു പരാതിയില്ല, നീ എനിക്കൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചോദിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നീ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. എൽസമ്മ ചേച്ചിക്ക് പലതും ഇവിടെ പറയാനുണ്ട്, പക്ഷേ സാക്ഷികളില്ലാത്തതുകൊണ്ട് പറയാനുള്ള സാഹചര്യമില്ല. ഇവർക്കും ഇവരുടെ കുടുംബത്തിനും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.